എല്ലാവർക്കും അഭിയോണരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യു കെയിലാണുള്ളത്. ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ വന്നിട്ട് ജോലി തിരക്ക് കാരണം കുറച്ച് വൈകി വീഡിയോ ഇടാനായിട്ട്. ഇവിടെ വന്നപ്പോൾ വേറൊരു ഫീലാണ്. ഒരുപാട് ഹിസ്റ്ററിയാണ്. എവിടെ ചെന്നാലും ഏതൊരു സിറ്റി ചെന്നാലും ആ സിറ്റിക്ക് ഒരുപാട് വർഷത്തെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒത്തിരി പഴക്കമുള്ള കാര്യങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ സിവിലൈസേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ 100 അല്ലെങ്കിൽ 200 250 വർഷം മുമ്പ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും അവർ നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇംഗ്ലണ്ടിലെ യോർക്ക് എന്ന് പറഞ്ഞൊരു സിറ്റിയിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇപ്പോൾ ബിഫോർ ക്രൈസ്റ്റ് തൊട്ട് AD 71 നൂറ്റാണ്ട് തൊട്ടുള്ള കഥകൾ നമുക്ക് പറയാനുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാരി പോട്ടർ മൂവിയിലെ കുറേ ഭാഗങ്ങളൊക്കെ ഈ യോർക്ക് സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ഹാരി പോട്ടറിൻ്റെ കളക്ഷൻസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും സമയങ്ങളുണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ട്രെയിൻ പിടിച്ചിട്ടാണ് യോർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് വെസ്റ്റ് യോർക്ക്ഷയറിലെ ചെറിയൊരു വില്ലേജ് ആയിട്ടുള്ള ഡ്യൂസ്ബറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. രണ്ട് പ്ലാറ്റ്ഫോമുള്ളൂ, നല്ലൊരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിനാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചീപ്പിന് നമുക്ക് ട്രെയിൻ കിട്ടും. അങ്ങനെ നമ്മൾ യോർക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ യോർക്കിലേക്ക് വരുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1839 ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നായിരുന്നു ഈ കാണുന്നത്. അന്ന് തന്നെ ഒരു ഹോട്ടലടക്കം വേൾഡ് ക്ലാസ് സൗകര്യങ്ങളായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 19ാമത്തെ സെഞ്ചുറി ആയപ്പോഴേക്കും കുറേ പ്ലാറ്റ്ഫോംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഒരു മെയിൻ റെയിൽവേ ഹബ്ബ് തന്നെയായിട്ട് ഈ യോർക്ക് സ്റ്റേഷൻ മാറിയായിരുന്നു. അപ്പോൾ 1915 എടുത്ത ഒരു പബ്ലിക് ഡൊമൈൻ പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഫോട്ടോവും ഇപ്പോഴത്തെ യോർക്ക് റെയിൽവേ സ്റ്റേഷൻ തമ്മിൽ യാതൊരു വ്യത്യാസവും എനിക്ക് തോന്നിയില്ല. പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ 2 സമയത്ത് 1942 ജർമ്മൻ സൈന്യം ഈ ഒരു സ്റ്റേഷനെ മാരകമായി ബോംബ് ചെയ്തായിരുന്നു. അന്ന് ഒരു 800ഓളം പാസഞ്ചേഴ്സിനെയൊക്കെ ഒഴിപ്പിച്ചതായിട്ട് വിക്കിപീഡിയയിൽ കിടക്കുന്നുണ്ട്. അന്ന് ഒരുപാട് സ്റ്റാഫ്സൊക്കെ ഇവിടെ കൊല്ലപ്പെട്ടു. അതിനുശേഷം 1947 ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ റീബിൽഡ് ചെയ്തെടുക്കുന്നത്. പ്രസന്റ് ഡേയിലും ഇംഗ്ലണ്ടിലെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനായിട്ട് യോർക്ക് റെയിൽവേ സ്റ്റേഷനെ കണക്കാക്കപ്പെടുന്നു. അതായത് ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലാൻഡിലേക്കൊക്കെ പോകുമ്പോൾ, അതായത് എഡിൻബ്ര പോകുമ്പോൾ മെയിൻ ഒരു സെൻറ്ററായിട്ട് കണക്കാക്കപ്പെടുന്ന യോർക്ക് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു റെയിൽവേ മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ നടന്ന് റെയിൽവേ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തിയേക്കണ്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ പഴയ കാലത്തെ എഞ്ചിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി സെറ്റപ്പ്. നമുക്ക് ഉള്ളിൽ കയറി കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ അന്നത്തെ കാലത്തെ വീലൊക്കെ നോക്കിയാൽ എന്ത് വലുതാ നോക്കിയേ. നോ ക്ലൈമ്പിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും നടന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, 1960 സംഭവം കേട്ടോ. ബിൽറ്റ് ഇൻ 1960. ഈവനിങ് സ്റ്റാർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീലും നോക്കി, എൻ്റെ ദൈവമേ. ഭയങ്കര മാസീവാണ്. ആൾക്കാരെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ വീലിന് എന്തോരം ഹൈറ്റ് ഉണ്ടെന്നുള്ളത്. ഉള്ളിൽ കയറാൻ പറ്റില്ല, പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് കാണാം കേട്ടോ. ഇതായിരുന്നു അതിൻ്റെ എൻജിനും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അടുത്തത് ബ്രിട്ടീഷ് റെയിൽവേസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 1960 ഉണ്ടാക്കിയ എൻജിനാണ് ഈ വെച്ചേക്കണേ. അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ കയറി എൻജിൻ റൂമൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻജിൻ റൂം ഒന്ന് കണ്ടിട്ട് കേട്ടോ. എൻജിൻ്റെ വലിപ്പം നോക്കി അന്നത്തെ കാലത്തെ ഈ കാണുന്നതാണ് എൻജിൻ.
ഓരോ മീറ്ററുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ സംഭവമാണോ. ഓക്കെ, ഇതായിരുന്നു അതിൻ്റെ ഡോർ എന്നത്തെ. ഇവിടെ ഇതിൻ്റെ തുടങ്ങിയ കാലം തൊട്ടുള്ള കംപ്ലീറ്റ് സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നിൻ്റെ മോഡലും കൊണ്ടുവച്ചിട്ടുണ്ട്. അതിങ്ങനെ എഴുതിയും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഡയറീസ്. എൻ്റെ ദൈവമേ, എന്തുടെ സംഭവം നോക്കിയത്. ഇതിൻ്റെ വീല് കണ്ട. കിണ്ടൽ സാധനം. ആയിരത്തി 1942 ഉണ്ടാക്കിയ ലോക്കോമോട്ടീവാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനത് ചീപ്പായിരുന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ 1846 ഒരു മോഡലുണ്ട് ഈ കാണുന്ന ട്രെയിൻ. ഇവിടെ ഇപ്പോഴത്തെ ഒരു യെല്ലോ കണ്ട എന്തൊരു നോക്കാം നമുക്ക്. നമ്മളെ പണ്ടത്തെ കാളവണ്ടി പോലെ ഉണ്ടല്ലേ. 1829 ഒരു മോഡലുണ്ട് ഈ കാണുന്നത്, ഈ യെല്ലോ. ഓക്കെ, ഈ കാണുന്നത് 1826 ഉണ്ടാക്കിയാണ്. അതായത് കൽക്കരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ ബോഗിയാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ നോക്കിയാൽ 1826 കേട്ടോ. പിന്നെ അന്നത്തെ ട്രെയിനിൻ്റെ നമ്പറും ബോർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ എംപയർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ആയിരത്തി 1865 പച്ച. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വർഷവും അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയമെടുത്ത് വന്ന് കാണാനാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അടിപൊളിയാണത്. അന്നത്തെ ട്രെയിനിൻ്റെ ഉള്ളൊക്കെ നോക്കിയല്ലേ. ആ 1885 മോഡലാണ് ഈ കിടക്കുന്നത്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ആയിരത്തി 1851 ഈ കാണുന്നത്. ഇത് 1949 അത് അന്നായിരുന്നു ലാസ്റ്റായിട്ട് സ്റ്റീം എൻജിൻ പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു മോഡലുണ്ട് ഇവിടെ വെച്ചേക്കണത്. കൽക്കരിട്ട് കത്തിച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് 10 പൗണ്ടാണ് എല്ലാം അടക്കം ഒരാൾക്ക് ടിക്കറ്റിന്. ഇതിൻ്റെ ഉള്ളിൽ 2-3 കഫേകളൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിക്കേണ്ടവർക്ക്.
വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോയി പറയണില്ല, കാരണം അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ വേണ്ടി വരും. നല്ലോണം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് അന്നത്തെ കാലത്തെ ട്രെയിനിൻ്റെ വീല് കണ്ടിട്ടുണ്ട്. എനിക്ക് എന്ത് വലിപ്പം നോക്കിയേ. ഇതൊരു കോച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സീറ്റൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം. ഇത് ഫ്ലൈറ്റിൻ്റെ പോലത്തെ ഒരു സാധനം. എനിക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കാണാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ, ഉള്ളിൽ കയറി നോക്കട്ടെ. ഇത് 1976 ജപ്പാൻ നിർമ്മിച്ച ഹൈ സ്പീഡ് ട്രെയിനാണ് ഈ കാണുന്നത്. ഈ ട്രെയിനിൻ്റെ ഡോർ നോക്കിയാൽ നമ്മൾ വീട്ടിലത്തൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ ഡോർ പോലത്തെ ഡോറല്ലേ. പിന്നെ ആ റെഡ് ലൈറ്റാണ് ഈ കാണുന്നത്. അടിപൊളി സെറ്റപ്പ്. എഞ്ചിനൊക്കെ നോക്കി അന്നത്തല്ലേ. 1938 അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഇന്ന് കാണാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് മുഴുവൻ ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അത്യാവശ്യം ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരിക, അതായിരിക്കും എളുപ്പം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 പൗണ്ടാണ് ഇതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വിടാം കേട്ടോ. അപ്പോൾ ആ റെയിൽവേ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ വാക്കിൻ സെൻറ്ററിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് വാക്ക്, 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 2 കിലോമീറ്റർ അടുത്താണ് കാണിക്കുന്നത്. അപ്പോൾ പോണ വഴിയൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഈ സൈഡിലാണ് ഇവിടുത്തെ സിറ്റി വാക്ക് കാണുന്നത്. പണ്ടത്തെ റോമൻ എംപയറിൻ്റെ കുറച്ച് റൂയിൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിലാണ് റിവർ ക്രൂസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പം ഒന്നും ആക്റ്റീവല്ല, നല്ല മഴ, ക്ലൈമറ്റ് ഒരു സുഖമില്ലാത്ത തന്നെ കൊണ്ട് എനിക്കറിയില്ല ഇന്നുണ്ടാവും എന്നുള്ളത്. 3 മണി തൊട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആവുമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതുണ്ടാവും. നേരാക്കാണ് കുഞ്ഞി ബോട്ട് നമുക്ക് പ്രൈവറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതിന് ഇത്തിരി വില കൂടുതലാണ്. ഈ ക്രൂസിന് നമുക്ക് ഈ കോമൺ ആയിട്ട് ട്രിപ്പിന് 15 പൗണ്ടൊക്കെ കണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ വൈക്കിൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡോർ നമുക്ക് കാണാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജോർവിക് വൈക്കിൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ബുക്ക് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പ്രീ ബുക്കിംഗ് ഈസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. 15.5 പൗണ്ട് എങ്ങാണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സ്ലോട്ട് എടുത്തിട്ടുണ്ട്. 12:40 സ്ലോട്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നേക്കുവാണ്. ഇവിടെയൊക്കെ ഫുള്ള് വിസ്കി ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ ആയിട്ട്. Stack of turfs over there that are going to be used to roof this building. Looks like the builders are. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 800-ാം നൂറ്റാണ്ട് തൊട്ട് 1200-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന വൈക്കിംഗ് കാലഘട്ടത്തിൽപ്പെട്ടുള്ള മനുഷ്യന്മാരുടെ കഥയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ഇവരുടെ അവശിഷ്ടങ്ങളും സെറ്റിൽമെൻറ്റിൻ്റെ തിങ്സൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു വില്ലേജ് ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു ഫീലും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ അവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈക്കിംഗ് സെൻറ്ററിൻ്റെ തിങ്സൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.